കൊച്ചി നഗരത്തിൽ പൊതുസ്ഥലങ്ങളിലെ മാലിന്യത്തിന്റെ പേരിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് മാലിന്യ പ്രശ്നം പരിഹരിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾക്കും മാലിന്യമെറിയുന്നവർക്കും നേർക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രൂക്ഷ വിമർശനം ഉയർത്തിയത്. കൊച്ചിയിൽ വൃത്തിയാക്കിയ കനാലുകളിൽ വീണ്ടും എങ്ങനെ മാലിന്യം എത്തുന്നുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. കനാലുകളിൽ മാലിന്യമെറിയുന്നത് ചിലർക്ക് വിനോദമാണ്. ആളെ കൊല്ലുന്ന പണിയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. ഇവർക്കെതിരെ വിട്ടുവീഴ്ച പാടില്ല, പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് കോടതി പറഞ്ഞു. കൊച്ചിയിൽ കനാൽ വൃത്തിയാക്കിയാലും വീണ്ടും മാലിന്യമെത്തുന്നത് എങ്ങനെയെന്ന് കോടതി ചോദിച്ചു. ഇത് തടയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? സർക്കാർ സംവിധാനങ്ങളുടെ പരാജയമാണിതെന്ന് കോടതി വിലയിരുത്തി. മാലിന്യം നീക്കാനായി കനാലുകൾ വീണ്ടും വീണ്ടും വൃത്തിയാക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകരുതെന്ന് ഇടക്കാല ഉത്തരവിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതിന് എത്ര കേസുകൾ എടുത്തുവെന്ന് നഗരസഭ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചു. മറൈൻ ഡ്രൈവ് പാലത്തിനടിയിലും മറ്റും എപ്പോൾ നോക്കിയാലും മാലിന്യം കാണാനാവുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്തെ സംഭവം നമ്മുടെ കണ്ണു തുറപ്പിക്കണം. ആമീഴഞ്ചാൻ തൊട്ടിൽ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ജോയിയെ തേടിയിറങ്ങിയ ജീവനക്കാർ തിരികെ കയറിയപ്പോൾ അവരുടെ തലയിൽ മാലിന്യം പറ്റിപ്പിടിച്ചിരിക്കുന്ന കാഴ്ച വലിയ വേദന ഉളവാക്കുന്നതായിരുന്നുവെന്ന് കോടതി പരാമർശിച്ചു. ജോയിയെ തിരഞ്ഞ് തോട്ടിൽ ഇറങ്ങിയ വിവിധ സംഘങ്ങളെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.